പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടും കുടുക്കയും എടുത്തോടുക, കട്ടയും പടവും മടക്കുക. ഇതിൽ കട്ടയും പടവും മടക്കുക എന്നുള്ളത് ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. കൂടും കുടുക്കയും എടുത്ത് പോകുക അല്ലെങ്കിൽ കൂടും കുടുക്കയും എടുത്ത് പൊയ്ക്കൊള്ളുക എന്ന് പറയുന്നതിന് പിന്നിലെ സാഹചര്യം എന്താണ്? ഒരാളുടെ കട്ടയും പടവും മടങ്ങി അല്ലെങ്കിൽ കട്ടയും പടവും മടക്കി എന്ന് പറയുന്നതിന് പിന്നിലുള്ള സാഹചര്യം എന്താണ്? ഈ കഥകൾ കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നുപോലെ കേട്ടോ. ആദ്യം കട്ടയും പടവും മടങ്ങി അതെന്താണെന്ന് നോക്കാം. ഉത്സവങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കലാപരിപാടിയാണ് കിലുക്കിക്കുത്ത്. ഇത് സ്റ്റേജിൽ നടക്കുന്ന കലാപരിപാടിയോ അല്ലെങ്കിൽ ആചാരപരമായി നടക്കുന്ന ഒരു കലാപരിപാടിയോ അല്ല. സ്റ്റേജിൽ നിന്നൊക്കെ മാറി ഉത്സവപ്പറമ്പിൽ തന്നെ വലിയ വെളിച്ചമൊന്നും വരാത്ത സ്ഥലത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ് കിലുക്കിക്കുത്ത് അല്ലെങ്കിൽ നാടകുത്ത് എന്ന് പറയുന്ന പരിപാടികൾ. ഒരു തരത്തിലുള്ള ഗാംബ്ലിംഗ് ആണ്, ചൂതുകളിയാണിത്. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ വൈത്തിരിയിൽ മരപ്പണി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം, അന്ന് എൻ്റെ ആശാൻ ആയിരുന്ന അമ്പിച്ചേട്ടൻ, അംബ്രോസ് എന്നാണ് പുള്ളിയുടെ പേര്, അമ്പി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അമ്പിച്ചേട്ടൻ ഒരു ഫെബ്രുവരി ആയപ്പോഴേക്കും വേഗം തന്നെ നാട്ടിലേക്ക് പോകുന്നത് എടുക്കുകയാണ്. കാരണം ജനുവരി ഫെബ്രുവരി മാസമൊക്കെ നാട്ടിൽ ഉത്സവങ്ങളുടെ സമയമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ശ്രീകാർത്തിക ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയമാണ്. പിന്നെ സെയിൻറ്റ് സെബാസ്റ്റിൻ്റെ പെരുന്നാളുകൾ വരും. അത് ചെറിയ പെരുന്നാളായിട്ട് നടത്തുന്നവരുണ്ട്, വലിയ ആഘോഷമായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ അടുപ്പിച്ച് വരുന്ന സമയമാണ്. അമ്പിച്ചേട്ടൻ ഈ കിലുക്കിക്കുത്തിൻ്റെ ആശാനാണ്. അപ്പം ഞാൻ മരപ്പണി പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടാ നീ വെറുതെ ഇരിക്കുന്ന സമയത്ത് കട്ട ഉണ്ടാക്കി പഠിക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ കിടുങ്ങിപ്പോയി. കാരണം കൽപ്പനയ്ക്ക് വരുന്ന സമയത്താണ് ഈ കട്ടയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. അതിപ്പോൾ ഇഷ്ടി കൊണ്ടുള്ള കട്ടയുണ്ട്, വാർത്തിട്ടുള്ള കോൺക്രീറ്റ് കട്ടകളുണ്ട്. ഇത് ഏത് കട്ടയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ മരപ്പണിക്കാരും കൽപ്പണിക്കാരുമായ ആശാന്മാരെ അറിയാമല്ലോ, നമ്മളെ സ്നേഹത്തോടെ മോനെ എന്നൊന്നല്ലേ വിളിക്കുക. നല്ല സരസ്വതി ആയിരിക്കും വായിൽ വരുന്നത്. അങ്ങനെ കുറച്ച് വികട സരസ്വതി പറഞ്ഞതിന് പിന്നാലെ എന്നോട് പറഞ്ഞു സമചിതരാകൃതിയിൽ ചെറിയ 3 കട്ടകൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനതനുസരിച്ച് കട്ടകൾ ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് പടങ്ങളൊക്കെ അതിനകത്ത് വരക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. പുള്ളിക്കാരൻ കിലുക്കിക്കുത്ത് നടത്താൻ പോകാനുള്ള പരിപാടിയിലാണ് നാട്ടിൽ. കാരണം നല്ല വരുമാനം കിട്ടുന്ന പരിപാടിയാണ്. കിലുക്കിക്കുത്ത് നടത്തുന്നവർക്ക് നല്ല പൈസ കിട്ടും. ചൂതുകളിയിൽ പങ്കെടുക്കുന്നവരെക്കാൾ കൂടുതൽ പൈസ കിട്ടുന്നത് ഈ ചൂതുകളി നടത്തുന്നവർക്കാണ്. വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ഇതിനു വേണ്ടി. അപ്പോൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് അദ്ദേഹം അവിടുന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ അത്രമാത്രം വരുമാനമുള്ളൊരു പരിപാടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കിലുക്കിക്കുത്തിന് പ്രധാനമായിട്ടും വേണ്ടത് 2 കാര്യങ്ങളാണ്. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂഡോ കളിക്കുമല്ലോ. ലൂഡോ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡൈസ്, അതാണ് ഈ കട്ട എന്ന് പറയുന്നത്. 6 വശങ്ങളുണ്ടാകും. ഈ 6 വശങ്ങളിലും 6 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാകും. പ്രധാനമായിട്ടും നമ്മുടെ ചീട്ടുകുത്ത്, അതായത് ഡെക്ക് ഓഫ് കാർഡ്സിലെ 4 സ്യൂട്ട്സുകളാണ് ഉപയോഗിക്കുന്നത്. ക്ലബ്സ്, അതായത് ക്ലാവർ, ഹാർട്ട്സ്, ഡയമണ്ട്സ്, പിന്നെ സ്പെയ്ഡ്സ്, നമ്മൾ സ്പേഡ് എന്ന് പറയും. പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള 2 വശങ്ങളിൽ ആ നാട്ടിൽ നിലവിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലുമൊക്കെ പടം, ചിലപ്പോൾ അത് ചന്ദ്രനാകാം, നക്ഷത്രമാകാം, കുരിശാകാം, കുതിരയാകാം, വരക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ വെറുതെ വട്ടം വരച്ച് വെച്ചിരിക്കുന്നതായിരിക്കും, എന്ത് വേണേലും ആകാം. അപ്പോൾ 6 പടങ്ങൾ ഈ കട്ടയിൽ വരച്ച് വെച്ചിട്ടുണ്ടാകും. അങ്ങനത്തെ 3 കട്ടകൾ ഉണ്ടാക്കും. പിന്നെ വേണ്ടത് പടങ്ങൾ വരച്ച ഒരു പരവതാനിയാണ്. പരവതാനി എന്ന് പറയുമ്പോൾ വലിയ പരവതാനി എന്നല്ല കേട്ടോ, സാധാരണ ഒരു ലാപ്ടോപ്പ് ടേബിളിൻ്റെ വലിപ്പത്തിലുള്ള ഒരു തുണിക്കഷണമായിരിക്കാം, ചിലപ്പോൾ പ്ലാസ്റ്റിക് കഷണമായിരിക്കാം, അല്ലെങ്കിൽ നല്ല കാർഡ്ബോർഡിൽ വരച്ചുണ്ടാക്കുന്നതായിരിക്കാം. നമ്മൾ ഏതൊക്കെ പടങ്ങളാണോ ഈ കട്ടയിൽ വരച്ചിരിക്കുന്നത് അതേ പടങ്ങൾ തന്നെ 6 കളങ്ങൾ വരച്ചിട്ട് അതിൽ ഈ പടങ്ങളും വരച്ചു വെക്കും. തുണിയിലാണെങ്കിലും ബേസ് ബോർഡിലാണെങ്കിലും ഇനി പ്ലാസ്റ്റിക്കിലാണെങ്കിലും ഒക്കെ ഈ പടങ്ങൾ അതിനകത്തേക്ക് വരച്ചു ചേർക്കും. നടുക്ക് ഒരു സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ടാകും. ഈ സ്ഥലത്താണ് കിലുക്കിയ പാട്ട കൊണ്ടുവന്ന് കുത്തി നിർത്തുന്നത്. പാട്ട എന്ന് പറയുമ്പോൾ ടിന്ന്, നമ്മളിപ്പോൾ അനിക്സ്പ്രേ അല്ലെങ്കിൽ ബേബി ഫുഡൊക്കെ മേടിക്കുമല്ലോ, അല്ലെങ്കിൽ ഡാൽഡയോ RKG ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടിന്നുണ്ടല്ലോ, ഈ ടിന്ന് നല്ല വൃത്തിയാക്കി കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ടാകും. ഇതിനകത്താണ് കട്ട ഇടുന്നത്. ഇത് 3 കട്ട അല്ലെങ്കിൽ 3 ഡൈസ് ഇടുന്നത്. ഈ കട്ട നല്ലപോലെ കുലുക്കിയതിന് ശേഷം അല്ലെങ്കിൽ കിലുക്കിയതിന് ശേഷം കമഴ്ത്തി കുത്തും. ഇതാണ് കിലുക്കി കുത്ത് അല്ലെങ്കിൽ കുലുക്കി കുത്തുന്നു എന്ത് വേണേലും പറയാം. ഇങ്ങനെ കിലുക്കി കുത്തിയതിന് ശേഷം നമ്മൾക്കറിയില്ല ഈ 3 കട്ടകൾ ഏതൊക്കെ ചിത്രങ്ങളാണ് മുകൾ വശത്ത് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഓരോ കളങ്ങളിലും പൈസ വെക്കുമ്പോൾ ക്ലബ്സിൻ്റെയോ അല്ലെങ്കിൽ സ്പേഡ്സിൻ്റെയോ ഡയമണ്ട്സിൻ്റെയോ ഹാർട്ട്സിൻ്റെയോ ചന്ദ്രൻ്റെയോ നക്ഷത്രത്തിൻ്റെയോ ഒക്കെയുള്ള ചിത്രങ്ങളിൽ കൊണ്ടുപോയി പണം വെക്കും. എല്ലാവരും പണം വെച്ച് കഴിയുമ്പോഴേക്കും ഈ കുത്തി നിർത്തിയ പാട്ട ഉയർത്തി എന്താണ് ഈ ഡൈസിൽ മറഞ്ഞു വന്നിരിക്കുന്ന പടങ്ങളെന്ന് കാണിച്ചു കൊടുക്കും. അതിൽ 3 എണ്ണത്തിൽ 2 എണ്ണം ഡയമണ്ട്സ് വന്നെന്ന് വിചാരിക്കട്ടെ. ഡയമണ്ട്സിൽ വെച്ച ആൾക്ക് ഇരട്ടി പൈസ കിട്ടും.
ചില സമയത്ത് ഇത് 3 ഡയമണ്ട്സ് തന്നെ വീഴും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 3 ഇരട്ടി പൈസ ആയിരിക്കും ഡയമണ്ട്സിൽ വെച്ചുള്ള കിട്ടുന്നത്. ഈ കട്ടയും പടവും വെച്ച് കിലുക്കിക്കുത്ത് നടത്തുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലീഗലായ നിയമപരമായൊരു സംഭവമല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇത് ചൂതുകളിയാണ് അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ആണ്. ഗാംബ്ലിങ് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള നാടാണ് നമ്മളുടേത്. പണ്ട് മുതൽ അങ്ങനെയാണ്, പണം വെച്ച് ചൂതുകളി നടത്താൻ പാടില്ല. അതുകൊണ്ടാണ് സിനിമകളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ചീട്ട് കളിക്കുന്നവർ ഓടിച്ചിട്ട് പിടിക്കുന്നതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വെട്ടം കുറഞ്ഞൊരു സ്ഥലത്തായിരിക്കും ഇവരിയ്ക്കുന്നത്. കാരണം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആരെങ്കിലുമൊക്കെ പോയി പോലീസുകാർക്ക് സംഭവം ഒറ്റിക്കൊടുക്കും, അല്ലെങ്കിൽ പോലീസുകാരുടെ കണ്ണിൽപ്പെടും. ആ സമയത്ത് പോലീസുകാർ ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ ഈ കട്ടയും പടവും മടക്കിയെടുത്ത് വേണം ഇയാൾ ഓടി രക്ഷപ്പെടാൻ അവിടെ നിന്ന്. അതായത് ഇനി അവിടെ ഒരു നിൽക്കക്കള്ളി ഇല്ല, കട്ടയും പടവും അടങ്ങി എല്ലാം തീർന്നു. ചിലപ്പോൾ ഇയാൾ പിടിയിലാകും, അല്ലെങ്കിൽ അതുവരെയുള്ള കളിയൊക്കെ അവസാനിപ്പിച്ച് പോയിക്കൊള്ളണം. അങ്ങനെ ഇതെല്ലാം മടക്കി ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല, ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കട്ടയും പടവും മടങ്ങി എന്ന പ്രയോഗം മലയാള ഭാഷയിലേക്ക് വന്നത്. അതിന് പിന്നിലുള്ള സംഗതി ഈ കിലുക്കിക്കുത്ത് കളിയാണ്. ഇനി കൂടും കുടുക്കയും എന്താണെന്ന് നോക്കാം. പണ്ടത്തെ വിദ്യാഭ്യാസ രീതി ആശാൻ പള്ളിക്കൂടങ്ങളിലൂടെയാണ് നടന്നിരുന്നത്. ഇന്നത്തെ പോലെയുള്ള സ്കൂളുകളല്ല, ഹൈടെക് സ്കൂളുകളല്ല, ഗവൺമെൻറ് സ്കൂളുകളല്ല. അന്നുണ്ടായിരുന്നത് ആശാൻ പള്ളിക്കൂടങ്ങളാണ്. സാധാരണഗതിയിൽ ആശാൻ്റെ വീടിൻ്റെ കോലായി കുറച്ചും കൂടി വിസ്തൃതിയുള്ള കോലായി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചായ്പ് പോലെ വന്നിട്ടുണ്ടാവും. കുറച്ചുകൂടെ കാശുകൾ ആശാനാണെന്നുണ്ടെങ്കിൽ പഠനത്തിന് വേണ്ടി ഒരു പുര തന്നെ കെട്ടിയിട്ടുണ്ടാവും. അവിടെ പോയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. പഠിപ്പിക്കുന്ന ആളുടെ പേര് ആശാൻ എന്നാണ്. അതുകൊണ്ടാണ് ആശാൻ പള്ളിക്കൂടം എന്ന് വിളിക്കുന്നത്. അവിടെ ആശാൻ ഒരു തിട്ടമേലിരിക്കും. തിട്ട എന്ന് വെച്ചാൽ കുറച്ച് ഉയർന്നൊരു പ്രദേശമായിരിക്കും. മണ്ണ് കൊണ്ടുണ്ടാക്കിയ തിട്ട, അല്ലെങ്കിൽ ചാണകവും ചെളിയൊക്കെ മെഴുകി ഉണ്ടാക്കിയൊരു തിട്ട. അതിൻ്റെ മുകളിൽ ആശാൻ ഇരിക്കുന്നു. ചിലപ്പോൾ കസേരയിലായിരിക്കും ഇരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ അപ്പച്ചൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ. ഈ ആശാൻ തിട്ടയിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇതെവിടെയെങ്കിലും എഴുതി വായിച്ചിട്ടുള്ളതല്ല. അപ്പോൾ കുട്ടികൾ നിലത്തിരിക്കും. നിലത്തിരുന്നതിന് ശേഷം ആശാൻ അക്ഷരം പറഞ്ഞു കൊടുക്കുന്നു. ആ അക്ഷരം ഇവർ എഴുതി പഠിക്കണം. പക്ഷേ എഴുതാൻ ഇന്നത്തെ പോലെ സ്ലേറ്റ്, പെൻസില്, അല്ലെങ്കിൽ പേപ്പർ, പേന തുടങ്ങിയ സംവിധാനങ്ങളൊന്നുമില്ല. കുട്ടികൾ ഇരിക്കുന്നതിന് മുൻപിൽ മണൽ വിരിച്ചിടും. ഏകദേശം നമ്മൾ ഈ കൈപ്പത്തിയുടെ ഈ ഒരു വീതിയുടെ കനത്തിൽ മണൽ വിരിച്ചിട്ടിട്ട് ആ മണലിൽ വിരൽത്തുമ്പ് കൊണ്ടാണ് എഴുതുന്നത്. ആശാൻ ആദ്യം എഴുതി കാണിച്ചു കൊടുക്കും. അത് നോക്കി ശിഷ്യർ ആവർത്തിച്ച് എഴുതി പഠിക്കും, എഴുതും, മണലും വായിക്കും. എന്നിപ്പോൾ സാൻഡ് ആർട്ടൊക്കെ വളരെ പോപ്പുലറാണ്. നമ്മുടെ കാലത്ത് ആദ്യം ഉണ്ടായിരുന്ന സാൻഡ് ആർട്ടാണ് ഈ നിലത്തിരുന്നുള്ള ഈ എഴുത്ത്. ഈ മണ്ണ് ആശാൻ്റെ പള്ളിക്കൂടത്തൊന്നും കിട്ടില്ല, ഇത് കുട്ടികൾ കൊണ്ടുവരണം. അപ്പോൾ അതൊന്നും ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഹോം വർക്ക് അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അടുത്ത ദിവസം ചെയ്യണം, മാതാപിതാക്കളോട് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ സ്കൂൾ ഡയറി സംവിധാനമില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്പുകളുണ്ട്. ആ ആപ്പ് വഴിയാണ് ഹോം വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തണമോ അതൊക്കെ നടത്തുന്നത്. അല്ലെങ്കിൽ സ്കൂൾ ഡയറിയിൽ എഴുതി കൊടുത്ത് വിടും. പക്ഷേ അന്ന് ഈ സംവിധാനമൊന്നുമില്ല. അന്നേരം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പനയോലയിൽ ആശാൻ എഴുതി കൊടുക്കും എന്താണ് ഹോംവർക്ക്, അല്ലെങ്കിൽ അന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പനയോലയിൽ എഴുതിയവർക്ക് കൊടുക്കും. ആ സംഭവം കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എഴുതാനുള്ള മണ്ണ്, ഓല, ഇത് രണ്ടും ഇട്ടുകൊണ്ടുപോകാൻ എന്തെങ്കിലും വേണമല്ലോ. നമുക്ക് കയ്യിൽ ഇങ്ങനെ മണ്ണ് പിടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. മണ്ണ് ഇട്ടുകൊണ്ട് വരാനായിട്ട് എന്തെങ്കിലും വേണം. അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് ചിരട്ടയാണ്. ചിരട്ട എന്ന് പറയുമ്പോൾ പാതി മുറിച്ച ചിരട്ടയല്ല, തേങ്ങയുടെ ഒരു 1/4 ഭാഗത്തിന് മുകളിൽ വെച്ച് ഏകദേശം അതിൻ്റെ ആ മുക്കണ്ണ് വരുന്ന ഭാഗത്ത് വെച്ച് ചെത്തിയ ശേഷം അതിനകത്തുള്ള തേങ്ങ പുറത്തെടുത്ത് നല്ല രീതിയിൽ ഉണക്കി വൃത്തിയാക്കി അതിൻ്റെ പുറം ഭാഗത്തുള്ള ചകിരിയൊക്കെ കളഞ്ഞ് നല്ലപോലെ തേച്ച് മിനുക്കി ഭംഗിയുള്ളതാക്കിയതിന് ശേഷം അത് ഒരു കുടുക്ക പോലെ ആക്കിയെടുക്കും. മുകൾ ഭാഗത്തുനിന്ന് മണ്ണ് ഇതിലിട്ട് വെക്കാം. എന്നിട്ട് ഒരു ചെറിയ തുളയിട്ടിട്ട് നൂലൊക്കെ കെട്ടി നമുക്കിന്ന് തൂക്കി പിടിക്കാൻ പറ്റും. ആ രീതിയിൽ ഉണ്ടാക്കിയിരുന്ന ചിരട്ട കുടുക്കയിലാണ് മണ്ണ് കൊണ്ടുവന്നിരുന്നത്, നിലത്തെഴുതാനുള്ള മണ്ണ്. ഇതാണ് കുടുക്ക. ഇനി നേരത്തെ പറഞ്ഞല്ലോ ഓലയുടെ കാര്യം. ഈ ഓല നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ ചീത്തയായി പോകും, അഴുക്കാകും, എഴുതിയതൊക്കെ മാഞ്ഞു പോകാം, ഓല തന്നെ ചിലപ്പോൾ നാശമായി പോകാം. അപ്പോൾ ഈ ഓല ഇട്ടുകൊണ്ടുവരാൻ എന്തെങ്കിലും വേണമല്ലോ. അതിനു വേണ്ടി പാള, അതായത് അടക്കാമരം, കവുങ്ങിൻ്റെ ആ ഓലയുടെ അറ്റത്ത് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് ചെത്തിയെടുത്തിട്ട് ഒരു കൂടുണ്ടാക്കും. ഈ കൂടിനകത്താണ് ഓല ഇട്ട് വെക്കുന്നത്. ചിലപ്പോൾ അത്യാവശ്യം പൈസക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തുണി കൊണ്ട് തന്നെ കൂടൊക്കെ ഉണ്ടാക്കാം. അന്ന് എടുക്കാൻ തന്നെ തുണിയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ പാള കൊണ്ടുള്ള കൂടുകളാണ് കൂടുതലും പ്രചാരത്തിലുണ്ടായത്. എന്നിരുന്നാൽ തന്നെയും ഈ ഓല ഇട്ടുവെക്കാൻ, ഓല സുരക്ഷിതമായിട്ട് കേടുകൂടാതെ ഇട്ടുവെക്കുന്നതിന് വേണ്ടി ഒരു കൂടും അവരുടെ കയ്യിലുണ്ടാകും. അങ്ങനെ ഈ കൂടും കുടുക്കയുമായിട്ടാണ് കുട്ടികൾ
ആശാൻ പള്ളിക്കൂടത്തിലേക്ക് വരുന്നത്. എല്ലാ കാലത്തെയും പോലെ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാവുമല്ലോ, ഉഴപ്പന്മാരെന്ന് പറയുന്ന ഒരു ടീംസ്. അന്നത്തെ കാലത്ത് ഉഴപ്പന്മാരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പഠിപ്പിക്കുന്നതെ പോലെ സിലബസ് വൈസ് ഒന്നുമല്ല, എല്ലാവർക്കും ഒറ്റ സിലബസാണ്. അക്ഷരമാല പണ്ടൊക്കെ എഞ്ചുപടി എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. അക്ഷരമാല ഉണ്ടാവും, അതുകൂടാതെ ഗുണനപ്പട്ടിക, അധിക പട്ടിക, ഹരണപ്പട്ടിക പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതൊന്നും പഠിക്കാൻ കൂട്ടാക്കാത്ത കുറേ ടീംസുകളുണ്ടാവും. അവരെ ഒരു ഗതിയില്ലാതെ വരുമ്പോൾ ആശാൻ സ്കൂളിൽ നിന്ന് പുറത്താക്കും, തൻ്റെ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കും. ആ സമയത്ത് ആശാൻ ഇവരോട് പറയുന്ന കാര്യമാണ്, നീ നിൻ്റെ കൂടും കുടുക്കയും എടുത്ത് ഇറങ്ങിക്കോ, ഇനി ഇങ്ങോട്ട് വരണ്ട. അല്ലെങ്കിൽ നീ നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ നിൻ്റെ കൂടും കുടുക്കയും എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്ന രീതിയിൽ ഉപയോഗിച്ചിരുന്നത്. ഈ പ്രയോഗമാണ് പിന്നീട് നമ്മൾക്ക് എന്തെങ്കിലും ഇട്ടിട്ട് പോകേണ്ടി വരിക. ഉദാഹരണമായിട്ട് വാടക വീട് ഒഴിഞ്ഞു പോകേണ്ടി വരിക, അല്ലെങ്കിൽ കടമുറിയൊക്കെ ഒഴിപ്പിച്ച് വിടുക, ഒരു നാട്ടിൽ നിന്ന് തന്നെ എല്ലാം വിട്ട് പോകേണ്ടി വരിക. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന അർത്ഥത്തിൽ കൂടും കുടുക്കയും ഉപേക്ഷിച്ച് പോകുക, അല്ലെങ്കിൽ കൂടും കുടുക്കയും ഉപേക്ഷിച്ച് പൊയ്ക്കോളൂ എന്ന പ്രയോഗവും മലയാളത്തിലേക്ക് വന്നത്. ഇതാണ് ഈ രണ്ട് പ്രയോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. മറ്റ് കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.